ഒറ്റപ്പാലം ലക്കിടി മേഖലയിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ലക്കിടി കിള്ളിക്കുറിശ്ശിമംഗലം റെസിഡൻസ് അസോസിയേഷൻ ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ലക്കിടി കൂട്ടുപാത ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കൽ, ലക്കിടി റെയിൽവേ സ്റ്റേഷൻ സമീപം റെയിൽവേ ഓവർബ്രിഡ്ജ് സ്ഥാപിക്കൽ എന്നിവയാണ് സംഘടന ആവശ്യപ്പെട്ടത്. അപകട സാധ്യത ഏറെയുള്ള ലക്കിടി കൂട്ടുപാത ജംഗ്ഷനിൽ കഴിഞ്ഞ മാസം മാത്രം 15 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ 3 പേർ മരണപ്പെടുകയും 12 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്വകാര്യ കോളേജ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കും കാൽനട യാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയും പരിഹരിക്കാൻ സിഗ്നൽ സംവിധാനം അനിവാര്യമാണെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. റെയിൽവേ ഗേറ്റിലെ തടസ്സങ്ങൾ രോഗികൾ, വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. 2019 റെയിൽവേ അനുവദിച്ച 28 മേൽപ്പാലങ്ങളുടെ പട്ടികയിൽ ലക്കിടിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. 2023 ഡിസംബറിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഇതുവരെ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. LKRA പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV കേശവൻ, സെക്രട്ടറി T മോഹൻദാസ് നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീജ V വാര്യർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ E ഹരിദാസ്, സുജിത് PV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു 15 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേരും മരണം അടഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 20% ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, 80% സീരിയസ് ആയിട്ട് പരിക്കുകളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാ സ്ഥലങ്ങളിലും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 2023 നവകേരള സദസ്സ് നമ്മളവിടെ പേഴ്സണലായിട്ട് കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ പോയിട്ട് ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിപ്പാർട്ട്മെന്റ് വഴി ഡോക്കറ്റ് എല്ലാം ചെയ്ത് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് AXE അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWDയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വലിയ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് നമ്മളുടെ FIR അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് FIR അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കൂട്ടുപാത ജംഗ്ഷനിൽ ഒരാൾ മരിച്ചു, മറ്റേ ദിക്കിൽ 10 പേര് മരിച്ചു, എന്നിട്ട് ഈ ഒരാൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർ മരിക്കുന്നുണ്ട്, ആക്സിഡന്റ് ഉണ്ടെങ്കിൽ അത് FIR അല്ല. പല ആക്സിഡന്റ് കേസുകളിലും ഇന്നലെ മാതൃഭൂമി വന്നതിൽ 2 പാർട്ടികളും പരസ്പരം സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ട് FIR ഇല്ലാത്ത വിധത്തിൽ കൂടെ ആക്സിഡന്റ് സെറ്റിൽ ആവുന്ന പദ്ധതി നമ്മുടെ നാട്ടിൽ